നിങ്ങളിൽ പലരും ലണ്ടൻ ടവർ ബ്രിഡ്ജ് ലിഫ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമുക്കിന്നൊന്ന് കണ്ടു നോക്കിയാലോ ഒന്നുകൂടി. ടൈം ഷാർപ്പ് 7 PM സെയിലിംഗ് ബാർജായ ഗ്ലാഡിസ് ആണ് ടെംസ് റിവറിലെ ട്രാഫിക്കിലൂടെ ഇപ്പോൾ കടന്നു പോകാൻ പോകുന്നത്. ടവർ ബ്രിഡ്ജ് ലോകത്തിലെ ഏറ്റവും ഐക്കോണിക് ലാൻഡ്മാർക്സിൽ ഒന്നാണ്. ഇതൊരു നോർമൽ ബ്രിഡ്ജ് അല്ല, ഇതൊരു ബാസ്ക്യൂൾ ബ്രിഡ്ജ് ആണ്. ബാസ്ക്യൂൾ എന്ന ഒരു ഫ്രഞ്ച് വേർഡാണ്. അതിന്റെ അർത്ഥം സീസോ എന്നാണ്. അതായത് ഒരു ബ്രിഡ്ജിന്റെ 2 ലീവ്സ് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്ത് ഷിപ്സും ബാർജസും ഒക്കെ കടന്നു പോകുന്ന ഒരു ട്രാഫിക് ജംഗ്ഷൻ പോലെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ടവർ ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷന് ഏകദേശം 80 years എടുത്തു. 1894 ഇത് ഒഫീഷ്യലി ഓപ്പൺ ചെയ്തത്. ഇതൊരു ബ്യൂട്ടിഫുൾ നിയോഗോത്തിക് ടവർ പോലെ തോന്നും, അല്ലെങ്കിൽ ഒരു മെഡീവൽ കാസിൽ പോലെ നമുക്ക് ദൂരെ നിന്നാൽ തോന്നും. ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ ഒരു ഇൻക്രെഡിബിൾ എഞ്ചിനീയറിംഗ് റൂം തന്നെയുണ്ട്. അതൊരു വിക്ടോറിയൻ സ്റ്റൈൽ എഞ്ചിനീയറിംഗ് റൂമാണ്. ആ കാലഘട്ടത്തിലെ എഞ്ചിനീയേഴ്സിന്റെ കഴിവാണ് അത് നമ്മളെ കാണിച്ചു തരുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറഞ്ഞാൽ, ചില ആൾക്കാരെങ്കിലും ലണ്ടൻ ബ്രിഡ്ജിനെ ടവർ ബ്രിഡ്ജുമായിട്ട് കൺഫ്യൂസ് ചെയ്ത് ലണ്ടൻ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തത് കണ്ടു എന്ന് പറയാറുണ്ട്. അത് രണ്ടും രണ്ടാണ്. ലണ്ടൻ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടവർ ബ്രിഡ്ജ് ലിഫ്റ്റ് ചെയ്യുന്ന കാണണമെങ്കിൽ towerbridge.org.uk എന്ന വെബ്സൈറ്റിൽ പോയിട്ട് ബ്രിഡ്ജ് ലിഫ്റ്റ്സ് എന്നുള്ള ആ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസങ്ങളിലും ഇനി വരുന്ന ദിവസങ്ങളിലും ഏതൊക്കെ ടൈമിലാണ് ബ്രിഡ്ജ് ലിഫ്റ്റ് ആകുന്നുള്ളത് കാണിക്കും. അപ്രോക്സിമേറ്റ്ലി ആ ടൈമിൽ തന്നെ ഓപ്പൺ ആവും. പിന്നെ എന്തെങ്കിലും സാങ്കേതികമായ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും ആ ലിഫ്റ്റിംഗ് ടൈം നീട്ടിവെക്കുന്നത്. ഇത് മനോഹരമായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ ഒരുപാട് തവണ സെൻട്രൽ ലണ്ടനിൽ പോയിട്ടുണ്ടെങ്കിലും ഇന്നാണ് എൻ്റെ ഫോണിൽ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടിയത്. അപ്പോൾ അതിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. ഇംഗ്ലീഷ് ക്യാപിറ്റലായ ലണ്ടന് ലോകത്തിൻ്റെ മുന്നിൽ എപ്പോഴും അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട്. കാരണം ലണ്ടൻ ഹിസ്റ്ററി, ബ്രിട്ടീഷ് കൾച്ചർ, ഇന്നൊവേഷൻ, വിക്ടോറിയൻ എഞ്ചിനീയറിംഗ്, മോഡേൺ ആർട്ട് എല്ലാം കൂടെ ചേർന്ന ഒരു സ്ഥലം തന്നെയാണ് ലണ്ടൻ.